സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് തന്നെ മൈക്ക് കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്ന് ടെൻഷനായിപ്പോയി. കാരണം എല്ലാവരും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ഫംഗ്ഷനിൽ നമുക്ക് ലാസ്റ്റാണ് മൈക്ക് കിട്ടാറ്. അപ്പം ഇവിടെ പറയുണ്ടായി ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയിലെ നായകൻ കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. പക്ഷേ 91 മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത്. അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പടിച്ച് തുടങ്ങിയൊരു സിനിമാ ജീവിതമാണ് എൻ്റേത്. അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, അത് ഹീറോസിൻ്റെ ലിസ്റ്റ് എടുത്താൽ അന്ന് ലാലേട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, ശ്രീനിയേട്ടൻ, സായി ചേട്ടൻ, സിദ്ദിഖ തുടങ്ങിയൊരു നീണ്ട ഹീറോ ഉള്ള ലിസ്റ്റ് ഉണ്ട് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. വേണുവേട്ടൻ, ഉണ്ണിയേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, മാളച്ചേട്ടൻ, ബഹദൂർക്ക തുടങ്ങിയ ഒരുപാട് പേര്, അനീഫിക്ക. ശരിക്കും എന്താ പറയുക, നമ്മളെ ഉണ്ടെങ്കിലും ഇല്ലെന്ന മട്ടിലിരിക്കുന്ന നമ്മുടെ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അമ്പിളിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ച് എൻ്റെ ഒപ്പവും പിന്നെ വന്ന ആൾക്കാരാണ് മണിയും സലീമും അശ്വൻ ചേട്ടൻ തുടങ്ങിയ ഒരുപാട് നിങ്ങളെയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ആളുകൾ. അവരുടെയൊക്കെ കൂടെ കളിച്ച് ചിരിയും കരച്ചിലൊക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേദിയിൽ ഇത്രയധികം സിനിമ ചെയ്യാൻ എനിക്കുണ്ട് ഒറ്റയ്ക്കാവില്ല. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഞാൻ മലയാള സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറായി മാറുമ്പോൾ ഈ ആക്ടേഴ്സ് എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും, അത് ഞാൻ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, മധുസാറിൻ്റെ കൂടെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ അവരോരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്തുള്ള തെറ്റുകളോ അല്ല അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ.